ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. ഇന്ന് ഞാനൊരു അടിപൊളി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ? ഇപ്പോൾ വരും. എന്തായി ഇത്? എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് കൊഞ്ച് ബിരിയാണി. വളരെയധികം എളുപ്പത്തിലും ടേസ്റ്റിയുമായിട്ട് ഒരു അടിപൊളി കൊഞ്ച് ബിരിയാണി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഉണക്കമുന്തിരി വറുത്തെടുക്കാം. അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം. അത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് വഴറ്റാം. ഉണക്കമുന്തിരി വറുത്തത് കോരി മാറ്റിയിട്ടുണ്ട്. കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: 3 തക്കാളി, ഒരു 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് സവാള, ചെറിയ 2 ക്യാരറ്റും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുന്തിരി വറുത്തതും. ബിരിയാണി റൈസ് കുറച്ച് ബേ ലീഫും കുറച്ച് ഏലക്കായും കുറച്ച് പട്ടയും കൂടി ഇട്ട് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കൊഞ്ച്. ഇനി കൊഞ്ച് ബിരിയാണി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ മുന്തിരി അത് വറുത്ത് വെച്ചിട്ടുള്ള നെയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി നല്ലോണം വേവ് വരേണ്ടത് ക്യാരറ്റിനാണ്. അതുകൊണ്ടാണ് ക്യാരറ്റ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് സവാള കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി വഴറ്റാം. സവാള വഴഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് തക്കാളിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർത്താണ് നമ്മുടെ റൈസ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിലേക്ക് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിനെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. കാരണം നമുക്ക് പച്ചമുളകിൻ്റെ എരിയുള്ളതുകൊണ്ട് കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൊഞ്ചിനെ അടച്ചു വെച്ച് വേവിക്കാം. സ്റ്റാർട്ട്. കൊഞ്ച് നന്നായി വെന്തോന്ന് നോക്കാം. കൊഞ്ച് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. എന്താ വളരെയധികം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. ആരും മറക്കല്ലേ. ടാറ്റാ.